ഇന്ന് തൃശ്ശൂർ മണ്ഡലത്തിലാണ് ജനശബ്ദം എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നല്ല ശക്തമായ മത്സരം നടക്കുകയാണ് തൃശ്ശൂർ. യഥാർത്ഥത്തിൽ പ്രവചനാതീതമാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. ഒപ്പത്തിനൊപ്പം ഒരു ത്രികോണ മത്സരം, അങ്ങനെ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ. അപ്പോൾ ജനശബ്ദം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. തൃശ്ശൂർ മണ്ഡലം നമ്മൾ പ്രവചിക്കുന്നതിന് അപ്പുറത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണല്ലേ. വളരെ നല്ല രീതിയിലാണ് മൂന്നാളും മത്സര രംഗത്തുള്ളത്. പക്ഷെ ഇവിടെ ശക്തമായ മത്സരം വെച്ച് കഴിഞ്ഞാൽ മുൻ മേയറാണ് ഇവിടെ UDFിന്റെ സ്ഥാനാർത്ഥി. ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ്, ഇതാണ് നമ്മൾ കോൺക്രീറ്റുകൾ, അതുപോലെ പല സ്ഥലങ്ങളിൽ ആൾ പൊളിച്ച് വികസനങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ്. നിൽക്കുന്ന മറ്റു രണ്ട് ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. എങ്കിലും പലനാണ് സാധ്യത തന്നെയല്ല, ജയിക്കേണ്ടത് ആളാണ്. കാരണം കഴിഞ്ഞ മേയറായിരിക്കുന്ന കാലത്ത് ഒരുപാട് വികസനങ്ങളോട് നടത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞാൽ മൂന്നാം മുന്നണി വരണം, എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഒന്നൊരു മാറ്റം വേണമെന്നാണ് പറയുന്നത്. വേണം, അല്ലാണ്ട് പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ളൊരു അത് ശരിയല്ല. മൂന്നാം മുന്നണി വന്നാലേ ഇമ വരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ആണെന്നല്ല കേട്ടോ, എൻ്റെ വ്യക്തിഗത അഭിപ്രായമല്ല. തൃശ്ശൂര് നല്ല ചൂട് പിടിക്കാൻ സാധ്യതയുണ്ട്. വോട്ട് ചെയ്യാൻ മത്സരമാണ്. അത് മൂന്ന് കൂട്ടരും തുല്യ ഇതിൽ നിൽക്കണത്. ഇപ്പോൾ ആരാ ജയിക്കാന്നുള്ളത് കണ്ടറിയണം. അത്ര സ്ട്രോങ് ആണ്. അത്ര സ്ട്രോങ് ഇങ്ങനെ പ്രതീക്ഷിച്ച ഒരു മൂന്ന് കൂട്ടരും. BJPക്ക് ഒരു ഇത് ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി നിന്നിട്ട് അത് പ്രവർത്തനം ശരിക്കും നടന്നില്ല എന്ന് ജനങ്ങൾക്കൊരു പരാതിയുണ്ട്. അല്ലെങ്കിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ടറിയണം. തൃശ്ശൂർ എങ്ങനെയാ ഈ കുറി? ഭയങ്കര ശക്തമായ മത്സരം. UDFിന് തന്നെ എന്തിനും ശക്തമായിട്ടുള്ള മത്സരം വേണ്ട, ഈസി ആയിട്ട് പോരും. മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും നല്ല ഒപ്പത്തിനൊപ്പം പ്രചരണം ഉണ്ടല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, UDFിന് തന്നെ ഇക്കൊല്ലം മുൻതൂക്കം കിട്ടുക. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരിക്കില്ല എങ്ങനെയാലും. നമസ്കാരം ചേട്ടാ. നേരില്ല, ശക്തൻ മാർക്കറ്റ് എങ്ങനെ ആക്കിയത് പല്ലണാന്ന് 2.5 കൊല്ലം കൊണ്ട് ആക്കിയ ഇയാൾക്ക് ഒരു 10 കൊല്ലം ഭരിച്ചിട്ടുണ്ടെങ്കിലേ തൃശ്ശൂർ നന്നാവും. വലിയ ഒരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മനുഷ്യർ ചെയ്യും, മൃഗങ്ങൾ മറ്റൊക്കെ ചെയ്യും. യാതൊരു മാറ്റമില്ല. ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ, ആളെ കുറെ വികസനങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർ ജയിപ്പിച്ചിട്ടൊക്കെ അറിയുള്ളൂ, അല്ലാണ്ട് യാതൊരു കാര്യമില്ല. രാജമ്പല തന്നെ BJPയും LDFും ഒരു രംഗത്ത് ശക്തമായ. LDFിന്റെ ആളെ വല്ലവരും അറിയോ? അവരാൾക്കാർക്ക് തന്നെ അറിയില്ല. പിന്നെ അയാളെ നിർത്തിയിട്ട് എന്താ കാര്യം? വെറുതെ സുനിൽകുമാർ നിർത്തിയാൽ മതിയായിരുന്നു. ഉഷാറിപ്പോ LDF തന്നെ വരുന്ന നല്ല ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുണ്ടോ? ത്രികോണ മത്സരം തന്നെ വരും, പക്ഷെ LDF തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. അവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പൊതുവെ അവർ തന്നെ വരാൻ സാധ്യത, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയും. സാധ്യത ഇപ്പോൾ ഞങ്ങളുടെ മാർക്കറ്റ് അവസ്ഥയും ഇവിടുത്തെ വികസന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രാജ്യം പല്ലട ഒരുവിധം കാണുന്നത്. മറ്റേ ആള് കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ ആളെക്കുറിച്ച് സ്ഥാനാർത്ഥി LDFിന്റെ സ്ഥാനാർത്ഥി വലിയ പരിചയമില്ല ആൾക്കാർക്ക്. സുനിൽ കുമാർ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നന്നായി ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് മത്സരം വന്നേനെ, നല്ല മത്സരം വന്നേനെ സുനിൽ കുമാർ. ഇദ്ദേഹത്തെ അധികം ആൾക്കാർ അറിയില്ല. BJPയുടെ സാന്നിധ്യം ഉണ്ട്, ഒരു ആവറേജ്. സുരേഷ് ഗോപിയുടെ അത്ര ഒരു പതിപ്പ് വരും തോന്നുന്നില്ല. UDF ഒരു മാറ്റവും ഇല്ല. തൃശ്ശൂരിന്നല്ല, മൊത്തത്തിൽ എവിടെയായാലും ഒരു തരംഗം ആഞ്ഞടിക്കണം. കാരണം ഇത് എല്ലാവരും വെറുത്തില്ലേ. ഞങ്ങൾ വാടക അടയ്ക്കാൻ പോയി, അപ്പോൾ റൗണ്ട് ആക്കാൻ പോന്നിട്ട് അവർ വാടക കൂട്ടി തിരിച്ചു ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല. ഇവിടെ 3 മാസം കോവിഡിൽ ഞങ്ങൾ കട അടച്ചിട്ടു. എന്നിട്ട് വാടകയിൽ കഴിച്ചു ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല എന്ന്. ഞങ്ങൾ അടച്ചിട്ടില്ല എന്നാണ് പറഞ്ഞവർ. ലാസ്റ്റ് ഹെൽത്ത് ഇൻസ്പെക്ടറെ ഫോൺ നമ്പർ കാരണം നമ്മൾ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അവസാനം ഞങ്ങൾ സമരം എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ 1 മാസത്തെ കഴിച്ചു വന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 3 മാസം ഇവിടെ അടച്ചിട്ടില്ല എന്നുള്ളത്? എന്നോട് 60 വയസ്സ് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത്രയും കർശനമായിട്ട് നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അല്ല, ഞങ്ങൾ സഹകരിച്ചു. മകരുന്ന് കച്ചവടം ചെയ്തോളാം എന്ന് പറഞ്ഞു. അന്നിവിടെ ലാൽകുമാറാണ് എനിക്ക് പരിചയമുള്ള ആളും പറഞ്ഞു, ജിമേട്ടൻ വീട്ടിലിരുന്നാൽ മതി. അന്നത്തെ ആ സംഭവങ്ങളൊക്കെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടണം, ബാധിക്കണം. ഞങ്ങളൊക്കെ വിറ്റ് കാശാക്കിയതല്ല അവര്. രാജമ്പലിന് തന്നെ മുൻഗണന അങ്ങനെയാണ്. ഇവിടെ കൂടുതൽ രാജനെ ജയിക്കുള്ളൂ, പല്ലരാജൻ. തൃശ്ശൂര് നല്ല ട്രെൻഡായിട്ട് നടക്കുന്ന UDFും BJPയാണ്. പിന്നെ LDF രംഗത്ത് കാണാനില്ല, വളരെ കുറവായിട്ട് കാണുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജയിച്ചു പോയ ആളുടെ വലിയ പ്രവർത്തനം ഉണ്ടായില്ലല്ലോ. അതിൻ്റെ ഒരു വീഴ്ച ഇവിടെ കാണാണ്ട്. പല ഇവിടെ ജയിച്ചിരിക്കും. സ്ട്രോങ് ആണ്. ഇവരെ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും നല്ലോണം നല്ല വർക്ക് നടത്തുന്നുണ്ട്. ഒന്നും പറയാറായിട്ടില്ല.
മൂന്ന് പേര് നല്ല ഒപ്പത്തിനൊപ്പം എന്നാണോ? മൂന്ന് പേരും രണ്ടുപേരും ഒപ്പത്തിനൊപ്പം, ഒരാൾ ലക്ഷം പിന്നില്ലാന്ന് മാത്രം. BJP-യും UDF ആണോ? BJP UDF ഒപ്പത്തിനൊപ്പം. LDF-ന്റെ സ്ഥാനാർത്ഥിയെ ഇപ്പോഴും അത് ആണെ പെണ്ണാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടുള്ളൊരു കുഴപ്പമില്ല. 100% പത്മജ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും. സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ്. പല്ലനാണ് സാധ്യത. ഇപ്പൊ ട്രെൻഡ് നിൽക്കുന്നത് രാജൻ പല്ലൻ തന്നെയാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വികസനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ മാർക്കറ്റ് തന്നെ ഒരു 10-25 വർഷമായിട്ട് ഇവിടെ ചെളികൊണ്ടായിരുന്നു. ആ മാർക്കറ്റ് ഇതേപോലെ ആക്കി തന്ന് കോൺക്രീറ്റ് ചെയ്തത് രാജൻ പല്ലനാണ്. തൃശ്ശൂർ ഇവിടെ കട്ടയ്ക്ക് നിൽക്കണ, പക്ഷേ CPM-ന്റെ ആലങ്കോട് ലീലാകൃഷ്ണൻ ഒരു 1000 വോട്ടിന് ജയിക്കും. ഇടിവെട്ട് മത്സരം. അതെ, ആരാന്നുള്ളത് കണ്ടറിയാൻ വേണം. നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ, പറയാൻ പറ്റാത്ത അവസ്ഥയപ്പോ. രാജമ്പലനും പത്മജിയും പിന്നെ ലീലാകൃഷ്ണനൊക്കെ നല്ല നല്ല മത്സരമാണ്. പിന്നെ ജനങ്ങള് അന്തിമവിധി തീരുമാനിക്കും. നിലവിലുള്ള സാഹചര്യം മാർക്കൊക്കെ അനുകൂലമാവും. എങ്ങനെയൊക്കെയാണ് സാധ്യതകൾ തൃശ്ശൂരിന്റെ സാഹചര്യം? ഇപ്പോൾ രാജമ്പലൻ ഇവിടുത്തെ മേയറായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ആൾക്ക് എല്ലാ വശത്തും ഉണ്ട്. പിന്നെ ഈ മണ്ഡലം കൂടുതൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ തേർമ രാമകൃഷ്ണൻ 5 തവണ തുടർച്ചയായിട്ട് ജയിച്ച സ്ഥലമാണ്. പിന്നെ സുനിൽകുമാറിൻ്റെ ഒരു പവർ കൊണ്ടാണ് അത് ജയിച്ചത്. പിന്നെ പിണറായിയുടെ തരംഗത്തിലും വളരെ ഒരു ചെറിയൊരു വോട്ടിനാണ് ഇടതുപക്ഷം ജയിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് കോൺഗ്രസിന് ചെറിയൊരു അനുകൂലം ഉണ്ട്. പിന്നെ ജനങ്ങൾ, പിന്നെ ഇടതിൻ്റെ സ്ഥാനാർത്ഥി ഇടതിൻ്റെ ആളല്ലെങ്കിൽ തന്നെയും നല്ലൊരു ജനപ്രീതിയും സാഹിത്യകാരനും നല്ലൊരാളാണ്. അപ്പം അതുകൊണ്ട് എങ്ങനെയാ മാറ്റം എന്നുള്ളത് നമുക്ക് പ്രവചനാതീതമാണ്. മറ്റേ രാജമ്പല്ലൻ്റെ ഒരു ഇതുണ്ട്, ആള് പറഞ്ഞ പോലെ തന്നെ ഒരു രാജമ്പല്ലൻ്റെ ഒരു ഇത് ഉണ്ട്. എഞ്ചിനീയ രാജമ്പല്ലനെ എല്ലാവർക്കും ഒരു അറിയുന്ന ആളാണ്. പിന്നെ ലീലാകൃഷ്ണൻ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളാണ്. അതിൻ്റെ ഒരു കുറവ് അവിടെ കാണിക്കുന്നുണ്ട്. നിലവിലെ BJP-യുടെ ആ ഒരു സുരേഷ് ഗോപിയുടെ ഇതിലൊക്കെ അങ്ങനെയായിരിക്കും എൻ്റെ സാധ്യതകളൊക്കെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോഴും വോട്ട് ശതമാനം ഉയരാൻ സാധ്യതയുണ്ടോ? അതില്ലെങ്കിൽ ഒരു നിർണായക ഘടകത്തിലേക്കൊക്കെ തൃശ്ശൂർ വരാൻ സാധ്യതയുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അതിന് പ്രത്യേകിച്ച് ഈ രാജമ്പല്ലം ഉള്ളതുകൊണ്ട്. രാജമ്പല്ലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ രാജമ്പല്ലം എല്ലാവരും അറിയുന്ന ഒരാളാണ്, വ്യക്തിയാണ്. അതുകൊണ്ട് രാജമ്പല്ലിനാണ് ചാൻസ് കൂടുതൽ എന്ന് ഞാൻ എനിക്കറിയുന്ന ഒരു ഇത്. സാധ്യത ഇപ്പോൾ ചാൻസ് പല്ലനാണ്, പഴയ മേയറല്ലേ. പങ്കജം പിന്നെ ഇവിടുന്ന് ചാടി അങ്ങോട്ട് പോയതല്ലേ, പറയാൻ പറ്റില്ല. കുറച്ച് ചാൻസ് കൂടുതൽ പല്ലനാണ്. നല്ലൊരു സ്ട്രോങ് മത്സരം നടക്കുന്നുണ്ട്. സ്ട്രോങ് മത്സരം. LDF-നാണ് സാധ്യത. നല്ല മത്സരം നടക്കുന്നില്ലേ? നല്ല 3 പേര് സ്ട്രോങ് ആണ്. ആർക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അതും ഈ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. സ്ഥാനാർത്ഥികൾ എങ്ങനെ? എല്ലാവരും കുഴപ്പമില്ല, നല്ല ആൾക്കാരാണ്. രാജമ്പല്ല സാറും പിന്നെ പത്മജ മേഡവും പിന്നെ ലീല സാറും എല്ലാവരും നല്ല നല്ല സ്ഥാനാർത്ഥികളാണ്. ആർക്കാണ് ചാൻസ് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ മുമ്പ് 10 കൊല്ലം ഭരിച്ചവരുടെ വരും. LDF-ന് വരാനാണ് സാധ്യത. തൂക്കം മൊത്തത്തിൽ നോക്കാൻ വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കണ്ടല്ലോ. ആ സർക്കാരിൻ്റെ മറ്റേ വികസനത്തിനും മറ്റുള്ള പെൻഷൻ മറ്റുള്ള കാര്യങ്ങൾക്കാണ് വോട്ട് ചെയ്യുന്നത്. വ്യക്തിപരമല്ല വോട്ട്. രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ LDF ജയിക്കാൻ സാധ്യത. കാരണം ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന ആളുകൾക്കാണ് വോട്ട് ചെയ്യുക. അപ്പോൾ അത് നോക്കുമ്പോൾ LDF തൃശ്ശൂർ ജയിക്കും. അതിൽ ഇവിടെ മെയിനായിട്ട് 2 മുന്നണികളുടെ മത്സരമാണ്. ഒരാൾ പിന്നെ കോൺഗ്രസിൽ നിന്ന് മാറി BJP-ക്ക് വന്നിട്ടുള്ള ഇതാണ്. അപ്പോൾ എല്ലാവരും പിന്നെ ടൈറ്റ് വരുന്ന അതേ നിൽക്കുള്ളൂ, വേറെ ഒരു വ്യത്യാസമൊന്നുമില്ല. അതായത് ഈ ഒരു പ്രചരണ ഘട്ടമൊക്കെ നോക്കുമ്പോൾ ഇന്ന ആള് മുൻതൂക്കുന്നൊന്നും പറയാൻ പറ്റില്ല. തൃശ്ശൂരത്ത് പറ്റില്ല. തൃശ്ശൂർ യാതൊരു കാരണവശാലും പറ്റില്ല. ഈ കേരളം മുഴുവൻ, ഈ ദേശം മുഴുവൻ വരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് വരേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. നിലവിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇത് ഇപ്പോൾ ഒന്നുമില്ല ചേട്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ മനസ്സ് പറയണ വേറെ നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ആരോടും വെറുപ്പില്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. മാറ്റം വരും എന്നാണ് പറയുന്നത്. മാറ്റം വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂരും അങ്ങനെ അത്തരത്തിൽ കോൺഗ്രസ് വരും കോൺഗ്രസ് തന്നെ വരിക. തൃശ്ശൂർ എങ്ങനെയാണ്? നല്ല മത്സരം നടക്കുന്നുണ്ടോ? തൃശ്ശൂര് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ ജയിക്കും. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ ജയിക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. മത്സരം എങ്ങനെയാ? 3 പേര് സ്ട്രോങ് ആണോ? 3 ആളും സ്ട്രോങ് തന്നെയാണ്. ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു
ആ പാർട്ടി ജയിക്കും. രാജൻ പല്ല ജയിക്കാൻ സാധ്യത. നല്ല ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട്. മൂന്ന് കൂട്ടരും നല്ല ഒപ്പത്തിനൊപ്പം തന്നെ പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ഇപ്രാവശ്യം അവരെ UDF ഒരു തേരോട്ടമുള്ള കാരണം കൊണ്ട് മാത്രം ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. BJP നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. MP-ക്കുള്ള കാരണം കൊണ്ട് BJP ഒന്നുകൂടി മുൻതൂക്കം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂര് പത്മജ ജയിക്കില്ലേ? ഉറപ്പല്ലേ? തൃശ്ശൂരിൽ കാര്യങ്ങൾ പ്രവചനാതീതമാണ്. കാരണം നല്ല ശക്തമായൊരു മത്സരമാണ് നടക്കുന്നത്. UDF-ഉം BJP-യും LDF-ഉം എല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ നോക്കുമ്പോൾ നല്ല വീറും വാശിയുമുണ്ട് സാംസ്കാരിക തലസ്ഥാന നഗരിക്ക്. ജനശബ്ദം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ് തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ.